ഹലോ, എന്തൊക്കെയാണ് വിശേഷം? അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ക്രോഷറ്റ് സ്ട്രോബെറി ആണ്. അപ്പം ഈ ഒരു സ്ട്രോബെറി ചെയ്യാൻ വേണ്ടി അത്ര പണിയൊന്നുമില്ല. അപ്പം അതിന് മുമ്പ് ഞാൻ ചെയ്തൊരു ക്രാഫ്റ്റ് ഞാൻ കാണിച്ചു തരാം. ഇത് ചെറിയൊരു കുഞ്ഞ് ബാസ്ക്കറ്റാണ് കേട്ടോ. പേപ്പർ കൊണ്ട് ചെയ്തതാണ് ഇതിൻ്റെ ബാസ്ക്കറ്റ്. ഇതിൻ്റെ വീഡിയോ വേണമെങ്കിൽ ഞാനിടാം. അപ്പം ഇതാണ് കേട്ടോ ആ ഒരു ബാസ്ക്കറ്റ്. അപ്പം ഈ സ്ട്രോബെറിയും ഈ ഒരു ബാസ്ക്കറ്റ് അങ്ങനെ ഉണ്ടെന്നൊക്കെ ഒന്ന് ലൈവിലൂടെ പറയാം കേട്ടോ. അപ്പം ഫസ്റ്റ് തന്നെ ഇതിന് വേണ്ടത് ഒരു റെഡ് കളറിയാണ്. ഞാൻ എടുത്തിട്ടുള്ളത് ഇപ്പോൾ ഒരു 4.5 mm ഹുക്കാണ്. പിന്നെ ഒരു സ്റ്റിച്ച് മാർക്കറുമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു നീഡിലുമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പം നീഡിലും ഈ ഒരു സ്റ്റിച്ച് മാർക്കറും പിന്നെ കുറച്ച് ഫൈബർ ഫില്ലിങ്ങും വേണം. അപ്പം അത് ഞാൻ എടുക്കാൻ മറന്നുപോയി. അപ്പം ഇതൊക്കെ ഒന്ന് വേണം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മുടെ റെഡ് കളർ യാൺ എടുത്തിട്ട് നമ്മളതൊന്ന് മാജിക് റിങ് ചെയ്ത് കൊടുക്കുക. മാജിക് റിങ് ഇങ്ങനെയാണ് കേട്ടോ ചെയ്യേണ്ടത്. മാജിക് റിങ് അപ്പം മാജിക് റിങ് ഒന്ന് ചെയ്ത് കൊടുക്കുക. അപ്പം മാജിക് റിങ് ചെയ്തതിന് ശേഷം ഒരു ചെയിൻ സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് 6 സിംഗിൾ ക്രോഷേ ചെയ്ത് കൊടുക്കുക. അതിലേക്ക് നമ്മൾ 6 സിംഗിൾ ക്രോഷേ ചെയ്ത് കൊടുക്കുക. അപ്പം ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇതിൻ്റെ ഒക്കെ ട്യൂട്ടോറിയൽ ഞാൻ വീഡിയോയിൽ തന്നെ ഇട്ടിട്ടുണ്ട്, അപ്പം പോയി കാണുക. അപ്പം നമ്മൾ 6 സിംഗിൾ ക്രോഷയും കൂടി ഇവിടെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ആയിരിക്കും കാണാൻ. അത് കഴിഞ്ഞിട്ട് നമ്മൾ മാജിക് റിങ് ഒന്ന് ക്രോസ് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞതിന് ശേഷം ഫസ്റ്റത്തെ സ്റ്റിച്ച്, അതായത് നമ്മളിപ്പോൾ ഫസ്റ്റ് സിംഗിൾ ക്രോഷേ ചെയ്തതിലത്തെ ഫസ്റ്റ് സ്റ്റിച്ചിലേക്ക് നമ്മൾ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് അവിടെ നമ്മളൊരു സിംഗിൾ ക്രോഷേ ചെയ്ത് കൊടുക്കുക. സിംഗിൾ ക്രോഷേ ആണ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പം ഫസ്റ്റ് സ്റ്റിച്ചിലേക്ക് ഒരു സിംഗിൾ ക്രോഷേ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ സ്റ്റിച്ച് മാർക്കർ വന്നിട്ട് കൊടുക്കുക. ഞാൻ സ്റ്റിച്ച് മാർക്കർ ജസ്റ്റ് ഒന്ന് കളർ മാറ്റിയിട്ടുണ്ട്. കാരണം ചിലപ്പോൾ റെഡ് കളർ തന്നെ ആയാൽ ചിലപ്പോൾ ഇങ്ങനെ സ്റ്റിച്ചൊക്കെ ഇങ്ങനെ വിസിബിളായിട്ട് ഇങ്ങനെ കാണില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ഒന്ന് ചെയ്ത് കൊടുക്കുക. അവിടെ നിന്ന് സ്റ്റിച്ച് മാർക്കർ ഒന്ന് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പം സ്റ്റിച്ച് മാർക്കർ ഇട്ട് കൊടുക്കുക. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ തൊട്ടടുത്ത സ്റ്റിച്ചിലേക്ക് ഒരു ഇൻക്രീസാണ് ചെയ്ത് കൊടുക്കുന്നത്. അതായത് ഈ ഒരു പാറ്റേൺ വരുന്നത് 1 സിംഗിൾ ക്രോഷേ 1 ഇൻക്രീസ്, പിന്നെ ഒരു സിംഗിൾ ക്രോഷേ പിന്നെ ഒരു ഇൻക്രീസ്, അങ്ങനെയാണ് നമ്മൾ ഈ പാറ്റേൺ വരുന്നത്. അതായത് 1 സിംഗിൾ ക്രോഷേ 1 ഇൻക്രീസ് എന്നുള്ള രീതിക്കാണ് നമ്മൾ ഈ ഒരു പാറ്റേൺ വരുന്നത്. അങ്ങനെ നമ്മൾ ഇവിടെ ഒരു ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. ഇനി തൊട്ടടുത്ത സ്റ്റിച്ചിലേക്ക് ഒരു സിംഗിൾ ക്രോഷേ ആണ് ചെയ്ത് കൊടുക്കേണ്ടത്. അത് കഴിഞ്ഞതിന് ശേഷം തൊട്ടടുത്ത സ്റ്റിച്ചിലേക്ക് ഒരു ഇൻക്രീസാണ് ചെയ്ത് കൊടുക്കേണ്ടത്. അതായത് ഒരേ സ്റ്റിച്ചിലേക്ക് തന്നെ 2 സിംഗിൾ ക്രോഷേ ചെയ്യുന്നതിനാണ് നമ്മൾ ഇൻക്രീസ് എന്ന് പറയാം. അപ്പം അങ്ങനെ ഒന്ന് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഫുള്ളായിട്ടൊന്ന് ചെയ്തെടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ സ്റ്റിച്ച് മാർക്കർ ഒന്ന് റിമൂവ് ചെയ്യുക. എന്നിട്ട് അവിടെ നമ്മളൊരു സിംഗിൾ ക്രോഷേ ചെയ്ത് കൊടുക്കുക. ഒരു സിംഗിൾ ക്രോഷയാണ് നമ്മൾ ചെയ്ത് കൊടുക്കേണ്ടത്. സിംഗിൾ ക്രോഷേ ചെയ്ത് തന്നെ ആ തൊട്ടടുത്ത സ്റ്റിച്ചിലേക്ക് തന്നെ ആ ഒരു വി ഷേപ്പിലുള്ള ആ സ്റ്റിച്ചിലേക്ക് നമ്മളൊരു സ്റ്റിച്ച് മാർക്കർ ഇട്ട് കൊടുക്കുക. അപ്പം ആ സ്റ്റിച്ചിലേക്ക് സ്റ്റിച്ച് മാർക്കർ ഇട്ടിട്ടുണ്ട്. ഇനി തൊട്ടടുത്ത സ്റ്റിച്ചിലേക്ക് ഒരു ഇൻക്രീസ് ചെയ്ത് കൊടുക്കുക. അപ്പം ഇൻക്രീസ് ചെയ്ത് കൊടുത്തതിന് ശേഷം തൊട്ടടുത്ത സ്റ്റിച്ചിലേക്ക് ഒരു സിംഗിൾ ക്രോഷേ ചെയ്ത് കൊടുക്കുക. പിന്നെ തൊട്ടടുത്ത സ്റ്റിച്ചിലേക്ക് ഒരു സിംഗിൾ ക്രോഷയും കൂടി ചെയ്ത് കൊടുക്കുക. അതായത് ഈ പാറ്റേൺ വരുന്നത് 1 സിംഗിൾ ക്രോഷേ 1 ഇൻക്രീസ് 1 സിംഗിൾ ക്രോഷേ എന്ന രീതിക്കാണ്. അപ്പം അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ തൊട്ടടുത്ത സ്റ്റിച്ചിലേക്ക് 2 സിംഗിൾ ക്രോഷേ ആയിട്ട് വരും നമുക്ക്. അപ്പം അങ്ങനെ ഒന്ന് ഫുള്ളായിട്ടൊന്ന് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഈ കാണിക്കുന്ന പോലെ ഒന്ന് ചെയ്ത് കൊടുക്കുക.
അങ്ങനെ നമ്മൾ ഫുള്ളായിട്ടൊന്ന് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഫുള്ളായിട്ട് ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ചെറുതായിട്ടൊന്ന് പൊങ്ങി വരുന്ന രീതിക്കൊക്കെ നമുക്ക് കാണും. അതെ, ഇങ്ങനെ ആയിരിക്കും കിട്ടുക. എന്നിട്ട് തൊട്ടടുത്ത സ്റ്റിച്ചിലേക്ക് നമ്മളൊരു സിംഗിൾ ക്രോഷേ ചെയ്യുക. എന്നിട്ട് അവിടെ നിന്നൊരു സ്റ്റിച്ച് മാർക്കർ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഈ ഒരു പാറ്റേൺ വരുന്നത് 3 സിംഗിൾ ക്രോഷേ ഒരു ഇൻക്രീസാണ്. അപ്പം ഇനി തൊട്ടടുത്ത സ്റ്റിച്ചിലേക്ക് ഒരു സിംഗിൾ ക്രോഷേ, പിന്നെ ഒരു സ്റ്റിച്ചിലേക്ക് സിംഗിൾ ക്രോഷേ, പിന്നെ തൊട്ടടുത്ത സ്റ്റിച്ചിലേക്ക് ഒരു ഇൻക്രീസ്. അതായത് ഈ ഒരു പാറ്റേൺ വരുന്നത് 3 സിംഗിൾ ക്രോഷേ ഒരു ഇൻക്രീസ് എന്ന രീതിക്കാണ്. അപ്പം അങ്ങനെ തന്നെ നമ്മൾ ഈ സ്റ്റിച്ച് മാർക്കർ എഴുത്തുന്ന വരെ നമ്മളൊന്ന് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി അതേ സ്റ്റിച്ചിലേക്ക് തന്നെ നമ്മളൊരു ഇൻക്രീസ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ. അപ്പം നമ്മൾ ഇൻക്രീസ് ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ തന്നെ നമ്മൾ ചുറ്റും ഒന്ന് ചെയ്ത് കൊടുക്കുക. നമുക്ക് കാണാൻ ഇതേപോലെ ഇരിക്കും. അത് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് ഈ ഒരു സ്ട്രോബെറി ജസ്റ്റ് ഒന്ന് തിരിച്ചിടുമ്പോൾ നമുക്ക് ഇങ്ങനെയായിരിക്കും കിട്ടുക. അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഈ ഒരു സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്തതിന് ശേഷം അവിടെ നമ്മളൊരു സിംഗിൾ ക്രോഷേ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് 15 സ്റ്റിച്ചായിരിക്കും ടോട്ടൽ വരുന്നത്. അപ്പം ഒരു സിംഗിൾ ക്രോഷേ ചെയ്തതിന് ശേഷം അപ്പോൾ തന്നെ നമ്മൾ സ്റ്റിച്ച് മാർക്കർ ഇട്ട് കൊടുക്കാം. അപ്പം അത് കഴിഞ്ഞിട്ട് ഒരു ഇൻക്രീസ് ചെയ്ത് കൊടുക്കുക. അവിടെ തന്നെ ഒരു ഇൻക്രീസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പം അങ്ങനെ ചെയ്തെടുക്കുക. നമുക്ക് കാണാൻ ഇതേപോലെ ആയിരിക്കും കിട്ടുക. ഇനി നമ്മൾ 4 സിംഗിൾ ക്രോഷേ ചെയ്യണം. അതായത് 4 സിംഗിൾ ക്രോഷേ അല്ല, അതായത് ഈ ഒരു പാറ്റേൺ വരുന്നത് 2 സിംഗിൾ ക്രോഷേ ഇൻക്രീസ്, പിന്നെ 2 സിംഗിൾ ക്രോഷേ ഇൻക്രീസ്, അങ്ങനെയാണ് വരുന്നത്. അല്ല സോറി 2 സിംഗിൾ ക്രോഷേ ഒരു ഇൻക്രീസ്, പിന്നെ ഒരു 2 സിംഗിൾ ക്രോഷേ, അങ്ങനെയാണ് ഈ ഒരു പാറ്റേൺ വരുന്നത്. അപ്പം അങ്ങനെ തന്നെ നമ്മൾ ഫുള്ള് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് അടുത്തായിട്ട് 4 സിംഗിൾ ക്രോഷേ നമുക്ക് കിട്ടും. അങ്ങനെ ഇപ്പോൾ 4 സിംഗിൾ ക്രോഷേ 1 ഇൻക്രീസ് 4 സിംഗിൾ ക്രോഷേ ഒക്കെ ആവും. അപ്പം അങ്ങനെയാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെയായിരിക്കും കിട്ടുക. എന്നിട്ട് അവസാനം വരെ നമ്മൾ അങ്ങനെ തന്നെ ചെയ്ത് കൊടുക്കുക കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഈ ഒരു സ്റ്റിച്ച് മാർക്കർ ഒന്ന് റിമൂവ് ചെയ്ത് കൊടുക്കുക. സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്തതിന് ശേഷം നമ്മളൊരു സിംഗിൾ ക്രോഷേ ചെയ്ത് കൊടുക്കുക. ഒരു സിംഗിൾ ക്രോഷേ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പം അങ്ങനെ ഒരു സിംഗിൾ ക്രോഷേ ചെയ്തതിന് ശേഷം നമ്മളവിടെ സ്റ്റിച്ച് മാർക്കർ ഒന്ന് ഇട്ട് കൊടുക്കുക. അപ്പം ഈ ഒരു റൗണ്ടിലത്തെ പാറ്റേൺ വരുന്നത് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ സിംഗിൾ ക്രോഷേ ഇൻക്രീസ് സിംഗിൾ ക്രോഷേ എന്ന രീതിക്കാണ്. എന്നിട്ട് അപ്പോൾ നമുക്ക് തൊട്ടടുത്ത് തന്നെ നമുക്ക് 2 സിംഗിൾ ക്രോഷേ ആയിട്ട് വരും. അപ്പോൾ അത് പുതിയൊരു തുടക്കത്തിന് ഒരു സിംഗിൾ ക്രോഷയും കൂടി ചെയ്യുമ്പോൾ നമുക്ക് അടുത്തടുത്തായിട്ട് 2 സിംഗിൾ ക്രോഷേ വരും. അപ്പോൾ അങ്ങനെ തന്നെ നമ്മൾ ആ ഒരു റൗണ്ട് ഫുള്ളായിട്ടൊന്ന് ചെയ്ത് കൊടുക്കുക. അപ്പം ഇങ്ങനെ തന്നെ നമ്മളൊന്ന് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞ ശേഷം നമ്മൾ സ്റ്റിച്ച് മാർക്കർ ഒന്ന് മൂവ് ചെയ്തതിന് ശേഷം നമ്മൾ ആ ഒരു സ്റ്റിച്ചിലേക്ക് നമ്മളൊരു സിംഗിൾ ക്രോഷേ ചെയ്ത് കൊടുക്കുക. അപ്പം ഇനി വരുന്നത് സിമ്പിളാണ്. ഇതിപ്പോൾ റൗണ്ട് 6 ആണ് നമ്മൾ കഴിഞ്ഞത്. അപ്പോൾ ഇനി റൗണ്ട് 7 മുതൽ 8 വരെ നമ്മൾ സിംഗിൾ ക്രോഷേ മാത്രമാണ് ചെയ്യുന്നത്. അതായത് ഇനിയുള്ള എല്ലാ സ്റ്റിച്ചിലേക്കും നമ്മളൊരു സിംഗിൾ ക്രോഷേ മാത്രമാണ് കേട്ടോ നമ്മൾ ചെയ്യുന്നത്. അപ്പം റൗണ്ട് 7ഉം റൗണ്ട് 8ഉം അങ്ങനെ തന്നെ ചെയ്യാം. അതായത് ഇനി വരുന്ന 2 റൗണ്ടും അങ്ങനെ തന്നെ ഫുള്ള് സിംഗിൾ ക്രോഷേ മാത്രമായിട്ടൊന്ന് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഒരു ക്രോഷേ സ്ട്രോബെറി ചെയ്യാൻ അത്രേ പണിയുള്ളൂ. ഞാൻ വിചാരിച്ചു നല്ല പാട് ഉണ്ടാവും ഒക്കെ വിചാരിച്ചു. പക്ഷേ നല്ല സിമ്പിളാണ് കേട്ടോ. പാറ്റേണൊക്കെ നല്ല വൃത്തിക്ക് അറിയുന്നവരൊക്കെ ആണെങ്കിൽ നേരെ കിട്ടും. ഇപ്പം ഈ ടൈം നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു, അങ്ങനെ മഴയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ വേഗം വന്ന് വീഡിയോ എടുത്തതാണ് കേട്ടോ. നമുക്ക് ടോട്ടൽ 24 സ്റ്റിച്ചസ് ആയിരിക്കും കിട്ടുന്നത്. അങ്ങനെ നമ്മൾ സ്റ്റിച്ച് മാർക്കർ ഒന്ന് റിമൂവ് ചെയ്തതിന് ശേഷം
അവിടെ നമ്മളൊരു സിംഗിൾ ക്രോഷേ ചെയ്ത് കൊടുക്കാം. അവിടെ നമ്മളൊരു സിംഗിൾ ക്രോഷേ ചെയ്ത് കൊടുക്കാം കേട്ടോ. സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്തതിന് ശേഷം ആ സ്റ്റിച്ചിലേക്ക് ഒരു സിംഗിൾ ക്രോഷേ ചെയ്തതിന് ശേഷം അപ്പോൾ തന്നെ നമ്മളത് സ്റ്റിച്ച് മാർക്കർ ഇട്ട് കൊടുക്കാം. അപ്പം സ്റ്റിച്ച് മാർക്കർ ഇട്ടിട്ടുണ്ട്. അപ്പം ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഡിക്രീസാണ് കേട്ടോ. നമ്മൾ ഈ ഒരു ഡിക്രീസ് ഇൻവിസിബിൾ ഡിക്രീസ് ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അതായത് 2 സ്റ്റിച്ചിൻ്റെ ഫ്രണ്ട് ലൂപ്പിലേ കൂടി എടുത്തതിന് ശേഷം നമ്മൾ 2 ലൂപ്പ് വീതം വലിച്ചെടുക്കുന്നതിനാണ് നമ്മൾ ഇൻവിസിബിൾ ഡിക്രീസ് എന്ന് പറയാം. നോർമൽ ഡിക്രീസും ഉണ്ട്. അപ്പോൾ നോർമൽ ഡിക്രീസ് നമ്മൾ ഒക്ടോബസ് ചെയ്യുമ്പോൾ നമ്മൾ കാണിച്ചിരുന്നു. അപ്പം ഇത് ഇൻവിസിബിൾ ഡിക്രീസാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പം ഇനി ഒരു സിംഗിൾ ക്രോഷേ, അതായത് ഈ ഒരു പാറ്റേൺ വരുന്നത് 1 സിംഗിൾ ക്രോഷേ 1 ഡിക്രീസ് പിന്നെ ഒരു സിംഗിൾ ക്രോഷേ എന്ന രീതിക്കാണ്. അപ്പോൾ നമ്മൾ തൊട്ടടുത്ത സ്റ്റിച്ചിലേക്ക് തൊട്ടടുത്ത് നമുക്ക് 2 സിംഗിൾ ക്രോഷേ ആയിട്ട് കിട്ടും. അത് നിങ്ങൾ മൈൻഡ് ആക്കണ്ട. അപ്പം ഇങ്ങനെയായിരിക്കും നമുക്ക് കിട്ടുക കേട്ടോ. അപ്പം ഇതന്നെ നമ്മൾ ഫുള്ള് ചെയ്ത് കൊടുത്താൽ ഇങ്ങനെ ആയിരിക്കും നമുക്ക് കിട്ടുക. ഒരു സ്ട്രോബെറിൻ്റെ ഷേപ്പൊക്കെ ആയിട്ട് നമുക്ക് കിട്ടും. ഇനി ഇതും കഴിഞ്ഞിട്ടില്ല, ഇനിയും ഉണ്ട് കുറേ റൗണ്ടൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമ്മുടെ സ്റ്റിച്ച് മാർക്കർ ഒന്ന് റിമൂവ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അത് കഴിഞ്ഞതിന് ശേഷം ആ സ്റ്റിച്ചിലേക്ക് നമ്മളൊരു സിംഗിൾ ക്രോഷേ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മളൊരു 1 സിംഗിൾ ക്രോഷേ 1 ഡിക്രീസ് എന്ന രീതി കൊടുക്കുക. ഇത് ഇൻവിസിബിൾ ഡിക്രീസ് ആണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു പാറ്റേൺ വരുന്നത് 1 സിംഗിൾ ക്രോഷേ 1 ഡിക്രീസ് എന്ന രീതിക്കാണ്. അപ്പം അങ്ങനെ തന്നെ നമ്മളൊന്ന് ഫുള്ളായിട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. അങ്ങനെ ചെയ്ത് കൊടുക്കുക. നമ്മളങ്ങനെ തന്നെ നമ്മൾ ഫുള്ളായിട്ട് ചെയ്ത് കൊടുക്കുക. ഇനി ഒരു സിംഗിൾ ക്രോഷേ പിന്നെ ഡിക്രീസ് അങ്ങനെ തന്നെ നമ്മളൊന്ന് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ ആയിരിക്കും കിട്ടുക. ഒരു സ്ട്രോബെറീൻ്റെ ഒരു ഷേപ്പൊക്കെ ആയിട്ട് വരും. ഇനി നമ്മൾ നമ്മുടെ യാണൊന്ന് ജസ്റ്റ് ഒന്ന് നല്ല വൃത്തിക്കൊന്ന് നീട്ടിക്കൊടുക്കുക. നമ്മൾ നീട്ടിക്കൊടുത്തതിന് ശേഷം നമ്മൾ ആ സ്റ്റിച്ച് മാർക്കർ ഒന്ന് റിമൂവ് ചെയ്തതിന് ശേഷം നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് ഫൈബർ ഫില്ലിങ് സ്റ്റഫ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഫൈബർ ഫില്ലിങ് നമുക്ക് പില്ലോൻ്റെ ഉള്ളിൽ നിന്നോ പഴയ പില്ലോൻ്റെ ഒക്കെ ഉള്ളിൽ നിന്നോ അല്ലെങ്കിൽ ഇങ്ങനെ ടെഡി ബിയറിൻ്റെ ആ ഒരു ഇതെല്ലാം ഉണ്ടല്ലോ അതിൻ്റെ ഉള്ളിൽ നിന്നോ എടുത്താൽ നമുക്ക് ഇങ്ങനത്തെ ഒരു പോളി ഫൈബർ കണക്കത്തെ ഒരു സംഭവം കിട്ടും. അപ്പം ഇങ്ങനൊന്ന് നമ്മളൊന്ന് ഫുള്ളായിട്ട് ചെയ്ത് കൊടുക്കും. അങ്ങനെ നമ്മൾ ഇത് നിറയുന്നവരൊന്നും ചെയ്ത് കൊടുക്കുക കേട്ടോ. ഫുള്ളായിട്ട് ചെയ്ത് കൊടുക്കുക. ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ നമ്മുടെ ആ സ്ട്രോബെറീൻ്റെ ഒന്ന് ജസ്റ്റ് ഒന്ന് അപ്പോൾ തന്നെ നമ്മൾ ഷേപ്പാക്കി കൊടുക്കുകയും വേണം. നമുക്ക് നേരായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ അങ്ങനെ തന്നെ നമ്മൾ ഫുള്ളായിട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. നല്ല ഓവറായിട്ട് ഇങ്ങനെ ഫില്ല് ചെയ്യാനൊന്നും വേണ്ട, ഒരു മയത്തിൽ ഫില്ല് ചെയ്താൽ മതി. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇനി ജസ്റ്റ് റൗണ്ട് 6 ഡിക്രീസാണ്, അതായത് 6 ഡിക്രീസാണ് ഇനി ചെയ്യുന്നത്. അപ്പം ആ ചെയ്യുമ്പോൾ കഴിഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ ഫൈബർ ഫില്ലിങ് കുറച്ചും കൂടി സ്റ്റഫ് ചെയ്ത് കൊടുക്കാം. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പം ഇങ്ങനെ വേണമെങ്കിൽ മാത്രം ഡിക്രീസ് ചെയ്യുമ്പോൾ ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമ്മൾ ഫുള്ള് ഇങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ യാണിൽ നമ്മളിനി കണ്ടിന്യൂ ചെയ്യാൻ പോവാണ്. അപ്പം കണ്ടിന്യൂ ചെയ്യാൻ അപ്പോൾ ഈ ഒരു പാറ്റേൺ വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതിപ്പോൾ 11ാമത്തെ റൗണ്ടാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു ഇത് വരുന്നത് 6 ഡിക്രീസാണ്. അതായത് ഇനി നമ്മൾ ഡിക്രീസ് മാത്രമാണ് ചെയ്യുന്നത്. നമ്മളിനി ഇൻവിസിബിൾ ഡിക്രീസ് മാത്രമാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനൊന്ന് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മളൊന്ന് ചെയ്ത് കൊടുത്ത ശേഷം അപ്പോൾ തന്നെ നമ്മളൊന്ന് സ്റ്റിച്ച് മാർക്കർ ഇട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് തന്നെ അപ്പുറത്ത് തന്നെ നമ്മളൊന്ന് സ്റ്റിച്ച് മാർക്കർ ഇട്ട് കൊടുക്കുക. നമുക്ക് കാണാൻ ഇതേപോലെ ആയിരിക്കും ഇരിക്കുക. ഇനി ഇതേ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇൻവിസിബിൾ ഡിക്രീസ് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. അങ്ങനെ തന്നെ നമ്മളൊന്ന് ചെയ്ത് കൊടുക്കുക. അങ്ങനെ നമ്മൾ സ്റ്റിച്ച് മാർക്കർ എത്തുന്ന വരെ നമ്മൾ ഫുള്ളായിട്ട് ഇതേ ഒരു പാറ്റേൺ തന്നെയാണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് പോകുന്നത്. അപ്പോൾ അങ്ങനെ ഒന്ന് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് കാണാൻ ഇതേപോലെ ഇരിക്കും. ഇനി നമുക്ക് കുറച്ച് ലെങ്ത്തിൽ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. കുറച്ച് ലെങ്ത്തിൽ വേണം കട്ട് ചെയ്ത് കൊടുക്കാൻ. കാരണം നമ്മൾ നീഡിൽ ഇത് ക്ലോസ് ചെയ്യണ്ടേ, ഈ ഒരു ചെറിയൊരു കുഞ്ഞ് ഹോൾ നമ്മളൊന്ന് ക്ലോസ് ചെയ്യണം. അതിനായിട്ട്
കുറച്ച് നീളത്തിൽ വലിച്ചിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഈ വഴിയാണ് വലിച്ചിടുന്ന ടൈറ്റാക്കി കൊടുക്കാം കേട്ടോ. ടൈറ്റാക്കി കൊടുക്കുക. ഇനിയാണ് നമ്മുടെ നീഡിലിൻ്റെ ആവശ്യം വരുന്നത്. അപ്പം നീഡിൽ വേണ്ടിയിട്ട് നമ്മൾ സ്റ്റിച്ച് മാർക്കർ ഒന്ന് റിമൂവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ നീഡിലെടുത്തിട്ട് ഈ ഒരു ടെയിൽ എൻഡിൽ ഈ ഒരു എൻഡിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കുക. ഈ നീഡിലിട്ട് ഒന്ന് ഇട്ട് കൊടുക്കുക കേട്ടോ. ഈ ഒരു ഹോളാണ് നമ്മൾ ക്ലോസ് ചെയ്യേണ്ടത്. അപ്പം അങ്ങനെ ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പം നമ്മൾ ഇങ്ങനെ നീഡിലേക്ക് ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക ഈ ഒരു യാണ്. അത് കഴിഞ്ഞതിന് ശേഷം നമ്മളൊന്ന് ഇങ്ങനെ ഒന്ന് വലിച്ചതിന് ശേഷം നമ്മൾ ഈ ഒരു ഇതിൻ്റെ ഫ്രണ്ട് ലൂപ്പിലേ കൂടി നമ്മൾ ഡിക്രീസ് ചെയ്യുമ്പോൾ ഫ്രണ്ട് ലൂപ്പിലേ കൂടിയല്ല ചെയ്തത്, അതേപോലെ തന്നെ ഫ്രണ്ട് ലൂപ്പിലേ കൂടി നീഡിലിങ്ങനെ ഇൻസേർട്ട് ചെയ്തിട്ട് ഇങ്ങനെ ബാക്കിയുള്ള എല്ലാ സ്റ്റിച്ചസിലേക്കും അങ്ങനെ തന്നെ നമ്മളിങ്ങനെ ഡിക്രീസ് ചെയ്ത പോലെ തന്നെ നമ്മളൊന്ന് ഫ്രണ്ട് ലൂപ്പിൽ ഒന്ന് നീഡിൽ കൊടുത്തതിന് ശേഷം ഇങ്ങനെ ഒന്ന് വലിച്ചു കൊടുക്കുക. അപ്പം നമുക്കതിങ്ങനെ ക്ലോസ് ആയിട്ട് വരും. അവസാനം നമ്മൾ ആ യാണ് പിടിച്ച് വലിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഇത് നമുക്ക് ഫുള്ളായിട്ട് ക്ലോസ് ആയിട്ട് വരും. ഇങ്ങനെ ഒന്ന് ഫ്രണ്ട് ലൂപ്പിലേ കൂടി മാത്രം വലിച്ചു കൊടുക്കുക കേട്ടോ. ഇതേപോലെ ചെയ്ത് കൊടുക്കുക. ഇനി ഞാൻ സെല്ല് ചെയ്യാൻ നോക്കുന്നുണ്ട്. അപ്പോൾ വേണ്ടുന്നവർക്ക് ഒന്ന് പറയാം കേട്ടോ. ഇങ്ങനൊന്ന് ചെയ്ത് കൊടുക്കുക. ഇങ്ങനൊന്ന് ചെയ്ത് കൊടുത്താൽ ഇങ്ങനെ ആയിരിക്കും കിട്ടുക. ഇനി ആ ടെയിൽ എൻഡ് പിടിച്ച് വലിച്ചാൽ മതി. നമുക്ക് ഈ ഒരു സംഭവം അങ്ങനെ ക്ലോസ് ആയിട്ട് കിട്ടും കേട്ടോ. ആ ഒരു ഹോൾ നമുക്ക് ക്ലോസ് ആയിട്ട് കിട്ടും. എന്നിട്ട് നമുക്ക് ഈ ഒരു യാണിനെ ഹൈഡ് ചെയ്യണം. അപ്പോൾ ഈ ഒരു ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നീഡിൽ യാണ് അറ്റാച്ച് ചെയ്യുക. എന്നിട്ട് ഓരോ സ്റ്റിച്ചിലേക്കായിട്ട് നമ്മൾ ഓരോ സ്റ്റിച്ചിലേക്കും ഇങ്ങനെ ഒന്നും ഇങ്ങനെ കണക്കൊന്നുമില്ലാതെ ഇങ്ങനെ ഒന്ന് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് യാൺ ടെയിലൊന്ന് ഹൈഡായിട്ട് കിട്ടും കേട്ടോ. അവസാനം അവിടെ നിന്ന് ഇങ്ങനെ വലിച്ചതിന് ശേഷം അവിടെ നിന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പം ഞാൻ കുറച്ചും കൂടി ആക്കേണ്ടതായിരുന്നു, പക്ഷെ എനിക്ക് മറന്നുപോയി. അപ്പം നിങ്ങൾ കുറച്ചും കൂടി നല്ലോണം ടെയിൽ ഹൈഡ് ചെയ്യുക. അത് തീരുന്ന വരെ നമ്മളൊന്ന് ഹൈഡ് ചെയ്തിട്ട് ബാക്കി വരുന്നത് കട്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ ഇങ്ങനെയായിരിക്കും നമ്മുടെ സ്ട്രോബെറി കിട്ടുക. അപ്പോൾ നമ്മുടെ സ്ട്രോബെറി ഇവിടെ ഫിനിഷ് ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ലീഫും കൂടി നമ്മളൊന്ന് ചെയ്ത് കൊടുക്കണം. ഫുള്ളായിട്ട് ഫിനിഷ് ആയിട്ടില്ലല്ലോ. അപ്പോൾ ലീഫ് കൂടി നമ്മൾ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ സ്ട്രോബെറി ഇങ്ങനെയായിരിക്കും നമുക്ക് കാണാൻ കിട്ടുക. ഇതേപോലെ ഉണ്ടാവും നമുക്ക് കാണാൻ. അപ്പം ഇനി നമ്മൾ ഇതിൻ്റെ ലീഫ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഗ്രീൻ കളർ യാണ് എടുക്കുക. ഗ്രീൻ കളർ യാണ് എടുത്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് 6 സിംഗിൾ ക്രോഷേ ചെയ്യണം. അതായത് നമ്മുടെ സ്ട്രോബെറീൻ്റെ സ്റ്റാർട്ടിങ് ചെയ്തില്ലേ, അതേപോലെ തന്നെ നമ്മളൊന്ന് ചെയ്ത് കൊടുക്കുക. ഇപ്പം നമ്മൾ 6 സിംഗിൾ ക്രോഷേ ആ മാജിക് റിങ്ങിൻ്റെ ഉള്ളിലേക്ക് നമ്മളൊന്ന് ഒരു ചെയിൻ ഇട്ടതിന് ശേഷം നമ്മൾ 6 സിംഗിൾ ക്രോഷേ അതിലേക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. നമ്മൾ 6 സിംഗിൾ ക്രോഷേ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം ഇങ്ങനെ ആയിരിക്കും കാണാൻ വേണ്ടിയിട്ട്. ഇനി നമ്മൾ ആ ടെയിലിൻ്റെ പിടിച്ചൊന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കുക. ക്ലോസ് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ആയിരിക്കും കാണാൻ വേണ്ടിയിട്ടിരിക്കുക. ഇനി നമ്മൾ ഈ സിംഗിൾ ക്രോഷേ ചെയ്തതിൽ ഫസ്റ്റ് സിംഗിൾ ക്രോഷേയിൽ നമ്മളൊരു സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഫസ്റ്റ് സിംഗിൾ ക്രോഷേയിൽ നമ്മളൊരു സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഡയറക്റ്റായിട്ട് വലിക്കുക, നമുക്കൊരു സിംഗിൾ ക്രോഷേ ആവും. ഇനി നമ്മൾ അവിടെ നിന്ന് സിംഗിൾ ക്രോഷേ അല്ല സ്ലിപ്പ് സ്റ്റിച്ച് ആവും. ഇനി നമ്മൾ അവിടെ നിന്ന് 4 ചെയിൻ സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. 4 ചെയിൻ സ്റ്റിച്ച് ഇട്ടതിന് ശേഷം നമ്മൾ ഫസ്റ്റ്
ചെയിൻ സ്കിപ്പ് ചെയ്തതിന് ശേഷം, അതായത് 4th ചെയിൻ സ്കിപ്പ് ചെയ്തതിന് ശേഷം ബാക്കിയില്ലാത്ത ആ 3rd, 2nd, 1st ആ 3 സ്റ്റിച്ചിലേക്ക് നമ്മൾ സിംഗിൾ ക്രോഷയാണ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പം ഈ ലീഫ് ചെയ്യാൻ ഒട്ടും പണിയില്ല കേട്ടോ. ഒരു 2 മിനിറ്റ് പോലും തികച്ചും വേണ്ട. അപ്പം നമുക്ക് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റും. അപ്പം ഇങ്ങനെ ലാസ്റ്റത്തെ സ്റ്റിച്ചിലേക്കും നമ്മൾ സിംഗിൾ ക്രോഷേ ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പം സിംഗിൾ ക്രോഷേ ചെയ്തതിന് ശേഷം നമ്മൾ തൊട്ടടുത്ത സ്റ്റിച്ചിലേക്ക് നമ്മളൊരു സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അവിടെ നിന്ന് വീണ്ടും 4 ചെയിൻ സ്റ്റിച്ച് ഇട്ടതിന് ശേഷം നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഒരു ചെയിൻ സ്കിപ്പ് ചെയ്തതിന് ശേഷം ബാക്കിയുള്ള എല്ലാ ചെയിൻ സ്റ്റിച്ചിലേക്കും നമ്മളൊന്ന് സിംഗിൾ ക്രോഷേ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അടുത്ത സ്റ്റിച്ചിലേക്ക്, അതായത് ഇനി ആ മാജിക് റിങ്ങിൻ്റെ തൊട്ടടുത്ത സ്റ്റിച്ചിലേക്ക് നമ്മൾ ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ തന്നെ നമ്മൾ 6 പെറ്റൽസാണ് ചെയ്തെടുക്കേണ്ടത്. അപ്പം ഇതിപ്പോൾ 2 പെറ്റൽസായി. ഇനി നമ്മൾ 4 പെറ്റൽസും ഇങ്ങനെ തന്നെ ചെയ്ത് കൊടുത്താൽ നമുക്ക് 6 പെറ്റൽസ് കിട്ടും. ഇങ്ങനെ 6 പെറ്റൽസ് നമ്മളൊന്ന് ചെയ്തെടുക്കുക കേട്ടോ. അപ്പം ഇങ്ങനെ ആയിരിക്കും കാണുക. ഇതിൽ ഇങ്ങനെ ലീഫ് കാണിക്കുന്നത് നേരെ വന്നിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മൾ 6 എണ്ണം നമുക്ക് ചെയ്തെടുക്കാം. 6ാമത്തതാണിത്. 4 ചെയിൻ സ്റ്റിച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു ചെയിൻ സ്കിപ്പ് ചെയ്തതിന് ശേഷം ബാക്കിയുള്ള 3 ചെയിനിലേക്കും നമ്മളൊന്ന് സിംഗിൾ ക്രോഷേ ചെയ്ത് കൊടുക്കുക. ബാക്കിയുള്ള 3 സ്റ്റിച്ചിലേക്കും നമ്മൾ സിംഗിൾ ക്രോഷേ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ഇങ്ങനെ തന്നെ നമ്മൾ ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ തൊട്ടടുത്ത സ്റ്റിച്ചിലേക്ക് ഒന്ന് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പം ഇങ്ങനെ ഇരിക്കും കാണാൻ. ഇനി നമ്മൾ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി. കട്ട് ചെയ്തിട്ട് ഇങ്ങനെ വലിച്ചതിന് ശേഷം നമ്മൾ അവിടെ നിന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഇനി ആ മാജിക് റിങ്ങിൻ്റെ ആ ഒരു ടൈലിൻ്റും കട്ട് ചെയ്ത് കൊടുക്കുക. ഒന്നിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ ഹൈഡ് ചെയ്ത് കൊടുക്കുക. നീഡിൽ വെച്ചൊന്ന് ഹൈഡ് ചെയ്ത് കൊടുക്കുക. അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ സ്ട്രോബെറി. ഇനി ഈ ഒരു ലീഫ് ഈ ഒരു സ്ട്രോബെറീൻ്റെ മേലേക്കൊന്ന് നമ്മൾ ഗം ചെയ്ത് കൊടുക്കണം. അപ്പം ഞാൻ ഗം ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇങ്ങനെയായിരിക്കും നമുക്ക് സ്ട്രോബെറീനെ കാണാനിരിക്കുക കേട്ടോ. അതെ, ഇങ്ങനെ ഉണ്ടാവും. അപ്പം എങ്ങനെയുണ്ട് ഈ ഒരു സ്ട്രോബെറി? ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈവിലൂടെ കമൻറ്റ് ചെയ്ത് പറയാം. അപ്പം എനിക്കെന്തായാലും പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പം ഇത്രയേ ഉള്ളൂ കേട്ടോ ഈ ഒരു വീഡിയോ. എങ്ങനെയുണ്ട് എന്ന് ഒന്ന് പറയാം. അപ്പം എല്ലാ സ്റ്റിച്ചും നമ്മൾ നേരെ തന്നെ നമ്മൾ കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ട്യൂട്ടോറിയൽ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പം ടാറ്റ, ബൈ ബൈ, സീ യു.